ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ ജ്യൂസ് റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ഈ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതാദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓൾ കൂടി ഒന്ന് മറക്കാതെ പ്രസ് ചെയ്തേക്കണം. എന്നാൽ ശരി, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഈ ജ്യൂസ് റെസിപ്പി തയ്യാറാക്കിയെടുക്കാനായിട്ട് വളരെ സിമ്പിളാണ്. ഞാനിപ്പോൾ ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഏത് ഫ്രൂട്ടാണോ വേണ്ടത് ആ ഫ്രൂട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ പൈനാപ്പിളാണ് എടുത്തിട്ടുള്ളത്. ഈ പൈനാപ്പിളിന് പകരം നമുക്ക് മാമ്പഴം എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ഫ്രൂട്ട് ഉണ്ടെങ്കിൽ അത് എടുത്താലും മതിയാവും. അപ്പോൾ ആവശ്യമുള്ള പൈനാപ്പിൾ നമുക്ക് ഈ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. പൈനാപ്പിൾ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് ഇഞ്ചിയാണ്. ഞാനിപ്പോൾ ഇതുപോലെ ചെറിയ പീസ് അളവിൽ 2-3 പീസ് എടുത്തിട്ടുണ്ട് ഇഞ്ചി. ആ ഇഞ്ചിയും കൂടി ഞാൻ ഇതിൻ്റെ കൂടെ ചേർക്കുകയാണ്. ഇഞ്ചിയുടെ കൂടെ തന്നെ പിന്നെ വേണ്ടതാണ് ഒരു 2 ചെറിയ ഏലക്ക കൂടി. അപ്പോൾ ഈ ഏലക്ക 2 പകരം 1 ചേർത്താലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഒരു 2 ഏലക്ക എടുത്തിട്ടുണ്ട്. ഒരു പ്രത്യേക ഫ്ലേവറാണ് നമ്മൾ ഈ ജ്യൂസിലേക്ക് ഏലക്ക ചേർക്കുമ്പോഴത്തേക്കും. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചതും കൂടിയാണ്. അപ്പോൾ നമ്മൾ ഈ കുരുമുളക് ചേർക്കുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ഫ്ലേവറും അതുപോലെ തന്നെ ചെറിയൊരു സ്പൈസിനെസ്സും ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കുരുമുളക് ചേർക്കുന്നത്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് പുതിനയില കൂടിയാണ്. അപ്പോൾ നമ്മൾ ഈ പുതിനയില ചേർക്കുമ്പോഴത്തേക്കും നല്ലൊരു റിഫ്രഷ്മെൻ്റ് ഉണ്ടാവും. കൂടെ തന്നെ ഒരു പിഞ്ചളവിൽ ഉപ്പും കൂടി. ഒരുപാട് ഉപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല, ഒരു പിഞ്ചളവിൽ ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം. ഒരുപാട് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ടൊന്ന് അരിച്ചെടുത്തതിന് ശേഷമാണ് പിന്നീട് നമ്മൾ വെള്ളം ചേർക്കുന്നത്. എന്നാൽ ശരി, ഇത് ഇത്രയും തന്നെ പെട്ടെന്ന് നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം. ഞാനിപ്പോൾ ഇതുപോലെ എല്ലാം നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതൊരു അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുക്കണം. കാരണം അതുപോലെ തന്നെ ഈ പൈനാപ്പിളിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ ഏലക്കയുടെയൊക്കെ ആ തരിയൊക്കെ ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിതൊന്ന് അരിച്ചെടുക്കുന്നത്. ഞാനിപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഇതെല്ലാം ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും കട്ടിയോടെ തന്നെ ജ്യൂസ് എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരല്പം കൂടി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. വളരെ കുറച്ച്, നമുക്ക് എത്രത്തോളം വെള്ളം വേണം അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ഫൈനലി ഇതിലേക്ക് നമുക്ക് വേണ്ടത് കുറച്ച് ഷുഗർ സിറപ്പ് കൂടിയാണ്. അപ്പോൾ മധുരത്തിന് ആവശ്യമുള്ള ഷുഗർ സിറപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഈ ഷുഗർ സിറപ്പിന് പകരം നമുക്ക് തേൻ ചേർക്കാവുന്നതേ ഉള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ പഞ്ചസാര ചേർക്കാവുന്നതേ ഉള്ളൂ. നമ്മൾ ഈ പഞ്ചസാര ചേർക്കുന്നതിനേക്കാളും ഷുഗർ സിറപ്പ് ചേർക്കുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഷുഗർ സിറപ്പ് തയ്യാറാക്കാനായിട്ട് വളരെ സിമ്പിളാണ്. നമുക്ക് എത്ര മധുരമാണോ വേണ്ടത്, അതായത് ഒരു 4 ടേബിൾ സ്പൂൺ ഷുഗർ ആണെന്നുണ്ടെങ്കിൽ ഒരു 4 ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം കൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് തണുപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ ഷുഗർ സിറപ്പായി കഴിഞ്ഞു. പൈനാപ്പിൾ ജ്യൂസ് എന്നല്ല, ഏത് ഫ്രൂട്ട് വേണമെങ്കിലും നമുക്ക് ഇതുപോലെ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഒരു സ്പെഷ്യൽ ടേസ്റ്റിലാണ് നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് സെർവ് ചെയ്യാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല റിഫ്രഷ്മെൻ്റ് ആയിട്ടുള്ള ഒരു ജ്യൂസ് റെസിപ്പിയാണിത്. ഉറപ്പായിട്ട് നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം അതിൻ്റെ ഫീഡ്ബാക്ക് എനിക്ക് മറക്കാതെ അറിയിക്കുകയും വേണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്നാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്തേക്കണം. ഇത് മറ്റുള്ളവരും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.